ഇപ്പൊ നോക്കിയാൽ നമ്മളുള്ളത് റജബ് മാസത്തിലാണ്. ഈ മാസം പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസം കൂടിയാണ് റജബ് മാസം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിലെ മാസങ്ങൾക്ക് ചില മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം, സംശയമില്ല. പള്ളികളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം മക്കത്തെ പള്ളിയാണ്, മസ്ജിദുൽ ഹറമാണ്. അവിടെ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയ. രണ്ടാം സ്ഥാനം മദീനത്തെ പള്ളിയാണ്, മസ്ജിദുൽ നബവിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയ. മൂന്നാം സ്ഥാനം ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസാണ്, അഥവാ മസ്ജിദുൽ അഖ്സയ. ബാക്കി എല്ലാ പള്ളിക്കും സ്ഥാനം ഒരുപോലെ. അപ്പൊ പള്ളികളിൽ ചില പള്ളികൾക്ക് പ്രത്യേകതയുണ്ട്, ദിവസങ്ങളിൽ പ്രത്യേകതയുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാന്റെ സൃഷ്ടികളെ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അള്ളാന്റെ സൃഷ്ടികളിൽ അള്ളാഹു ശ്രേഷ്ഠത നൽകിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യർ. അള്ളാഹു പറയാ മനുഷ്യരെ അവൻ ശ്രേഷ്ഠരാക്കി. ആദം മക്കളെ അവൻ ആദരിച്ചു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠമായ ഒരു വിഭാഗമാണ് മനുഷ്യർ. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരാണ് പ്രവാചകന്മാർ, അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ശ്രേഷ്ഠന്മാരാണ് ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25ഓളം വരുന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരാണ് ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 പ്രവാചകന്മാർ. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായി, ചങ്ങാതിയായി തിരഞ്ഞെടുത്ത, അവന്റെ ഖലീലായി തിരഞ്ഞെടുത്ത 2 പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അസ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ വ്യക്തികൾക്ക് പ്രത്യേകതയുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരുടെയും ദർജ ഒരുപോലെയല്ല. ഒരു മാസങ്ങൾ എടുത്തു നോക്കിയാൽ റമദാൻ മാസം നമ്മിലേക്ക് വരുന്നത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റമദാൻ മാസം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിനൽ ഫജ്ർ. ആയ മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദ്ർ. അത് പരിശുദ്ധ റമദാനിലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൽ ഹുറും. തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ രേഖപ്പെടുത്തിയത് പ്രകാരം മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ അർബഅത്തുൽ ഹുറും. അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ട ആദരണീയമായ മാസങ്ങളാണ്. 4 മാസത്തിന് അതിൽ പ്രത്യേകതയുണ്ട്. യുദ്ധം പോലും വിലക്കപ്പെട്ട മാസമാണത്. ഏതൊക്കെയാണ് ഈ പവിത്രമായ 4 മാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹസനതു 12 ശഹ്റ. ഒരു വർഷം എന്നത് 12 മാസമാണ്. മിൻഹാ അർബഅത്തുൽ ഹുറും. 4 ആദരണീയമായ മാസങ്ങളാണ്. സലാസു മുതവാലിയാത്തുൻ. 3 തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ വൽ ഹിജ്ജ വൽ മുഹറം എന്നീ 3 മാസങ്ങളാണ്. പിന്നെ ഒന്ന് ഏതാണ്? 4ാമത്തേത് റജബ് മുദാർ അല്ലദീ ബൈന ജുമാഅദ വ ശഅബാൻ. ജുമാഅദിന്റെയും ശഅബാനിന്റെയും ഇടയിലായി കടന്നു വരുന്ന റജബ് മാസമാണ്. റജബ് മാസം, ആ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ 2 സംഭവങ്ങൾ, പ്രവാചകന്റെ മുഅ്ജിസത്ത് നമുക്കറിയാം. ഇസ്രാ മിഅ്റാജ്. എന്താ ഇസ്രാ എന്ന് പറഞ്ഞാൽ 17ാം അധ്യായം 1ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നമുക്ക് അറിയാലോ ചരിത്രം, ഞാൻ വിശദീകരിക്കുന്നില്ല. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോവുകയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങോട്ടേക്ക് 1 മാസം, തിരിച്ച് ഇങ്ങോട്ടേക്ക് യാത്രയാണെങ്കിൽ 1 മാസം, 2 മാസത്തെ വഴിദൂരം പോയി തിരിച്ചു വരണം. രാത്രി അതും ഒറ്റ രാത്രി. ആ രാത്രി തന്നെ മുഴുവനായി ആവശ്യം വന്നില്ല. രാത്രിയുടെ കുറച്ച് സമയം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. ബുറാഖ് എന്ന വാഹനപ്പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴുതയേക്കാൾ നീളം കൂടിയതും
കോവർ കഴുതയേക്കാൾ നീളം കൂടിയതും കഴുതയേക്കാൾ നീളം കുറഞ്ഞതുമായ വെളുത്ത നിറത്തിലുള്ള ബുറാഖ് എന്ന പേരുള്ള ഒരു മൃഗത്തിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വാഹനത്തെ പള്ളിയുടെ വാതിൽക്കൽ കെട്ടി പള്ളിക്കകത്ത് കയറി തഹിയ്യത്ത് നമസ്കരിച്ചു. മുൻ പ്രവാചകന്മാരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുത്ത പ്രവാചകർ അവർക്ക് ഇമാമായിട്ട് നമസ്കരിച്ചു. ഈ യാത്ര ഇതാണ് ഇസ്രാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആകാശയാത്ര നടത്തി 7 ആകാശവും കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന പേനകളുടെ ചലനങ്ങൾ കേൾക്കുവാനുള്ള പ്രത്യേകമായ മണ്ഡലത്തിലെത്തി. അതാണ് പ്രവാചകന്റെ ആകാശാരോഹണം മിഅ്റാജ്. ആ യാത്രയിൽ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇത് റജബ് മാസത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവില്ല. ഏത് മാസത്തിലാ? കൃത്യമായി ഒരു മാസം തിട്ടപ്പെടുത്തി പറയാനുള്ള പ്രബലമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. റജബിലാണെന്ന് പറയുന്നു, റബീഉൽ അവ്വലാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ റമദാനാണെന്ന് പറയുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ആ വിഷയത്തിലുണ്ട്. എന്നാൽ ഈ മാസത്തിൽ റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും ഇസ്ലാമിൽ അങ്ങനെ ഒരു നോമ്പില്ല. പ്രവാചകന്റെ സുന്നത്തിൽ അങ്ങനെ ഒരു നോമ്പില്ല. മിഅ്റാജിന്റെ നോമ്പ് ഒരു നോമ്പില്ല. നമുക്ക് റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ അതിന് പറഞ്ഞ ഒരുപാട് സുന്നത്തായ നോമ്പുകൾ എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്. അറബി മാസങ്ങൾ എല്ലാ അറബി മാസം 13, 14, 15 സുന്നത്തായ നോമ്പുകളുണ്ട്. ശവ്വാലിന്റെ 2 മുതൽ 7 വരെയുള്ള 6 സുന്നത്തായ നോമ്പുകളുണ്ട്. ദുൽഹജ്ജ് 9ന്റെ നോമ്പുണ്ട്. മുഹറം 9, 10ന്റെ നോമ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് സുന്നത്തായ നോമ്പുകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ശഅബാൻ 15ന് ബറാത്തിന്റെ നോമ്പെന്ന് പറഞ്ഞൊരു നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല, സ്വഹാബത്തിന് പരിചയമില്ല. റജബ് 27ന് മിഅ്റാജിന്റെ നോമ്പെന്ന് പറഞ്ഞൊരു നോമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് എടുത്താലോ അത് സുന്നത്തോ ബിദ്അത്തോ? എങ്ങനെ ബിദ്അത്തായി? സുന്നത്തിന്റെ നേരെ എതിരായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു സംഗതി അത് പുണ്യാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയാൽ അതിനാ ബിദ്അത്ത് എന്ന് പറയാം. അതുകൊണ്ടാണ് ബിദ്അത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോ അവർ ബിദ്അത്തിന് നൽകിയ ഒരു നിർവചനം എന്താണെന്നറിയോ? എന്താ? അല്ല ഹദതു ബിദ്ദീനി ബഅദൽ ഇക്മാൽ. പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിലേക്ക് ആരെങ്കിലും പുതിയതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിലും പ്രവാചകന്റെ മാതൃക നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം അത് ഏത് സംഘടനക്കാരാണെങ്കിലും എത്ര വലിയ ഉസ്താദാണെങ്കിലും ഏത് ബഡാ ശൈഖാണെങ്കിലും പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമില്ലയോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഒരു മുസൽമാന്റെ നിലപാടെന്താ? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം കൽപ്പിക്കാത്ത, നാം പഠിപ്പിക്കാത്ത, നമ്മുടെ ചര്യയിലില്ലാത്ത, നമ്മുടെ മാതൃകയില്ലാത്തൊരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് നിങ്ങൾ തള്ളേണ്ടതാണ്. പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു സാധനം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ദീനാണ്, പുണ്യാണ്, നല്ലതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കല്ല വേണ്ടത്. നേരെ മറിച്ച് അത് തള്ളിക്കളയുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം